സൂപ്പർ താരങ്ങൾ ഒരേ ചിത്രത്തിൽ ഇരട്ട സഹോദരന്മാരായും അച്ഛനും മകനുമായെല്ലാം ഡബിൾ റോളിൽ എത്താറുണ്ട്. എന്നാൽ നായകനായും വില്ലനുമായി അഭിനയിക്കുന്നത് വളരെ കുറവാണ്. ഒരേ ചിത്രത്തിൽ നായകനും വില്ലനുമായി എത്തിയ മലയാള സൂപ്പർ സ്റ്റാറുകൾ ഇവരാണ്. മമ്മൂട്ടി. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി നായകനും വില്ലനുമായി എത്തിയത്. ചിത്രത്തിൽ ഹരിദാസ് എന്ന മമ്മൂട്ടി കഥാപാത്രം നായകനായും അഹമ്മദ് ഹാജി നെഗറ്റീവ് ക്യാരക്ടറുമായിരുന്നു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. മോഹൻലാൽ. ശോഭരാജ് എന്ന ചിത്രത്തിലായിരുന്നു മോഹൻലാൽ വില്ലനും നായകനുമായി എത്തിയത്. സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രം ഡോണിന്റെ റീമേക്കായ ശോഭരാജിൽ ശോഭരാജ് എന്ന ഡോണായും ധർമ്മരാജ് എന്ന നായകനായും ലാൽ എത്തിയിരുന്നു. ജയറാം നായകനായ മയിലാട്ടത്തിൽ വില്ലനും ജയറാമായിരുന്നു. VMന് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പഴനി, ദേവൻ എന്നീ കഥാപാത്രങ്ങളായാണ് ജയറാം അഭിനയിച്ചത്. പൃഥ്വിരാജ്. കൃത്യം എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് സത്യ എന്ന നായകനായും ക്രിസ്റ്റി ലോപ്പസ് എന്ന വില്ലനുമായാണ് എത്തിയത്. ഒരു വാടക കൊലയാളിയിൽ നിന്ന് തന്റെ കാമുകിയെ രക്ഷിക്കാൻ നടക്കുന്ന കഥാപാത്രമാണ് സത്യ. എന്നാൽ വാടക കൊലയാളിയായി എത്തുന്ന ക്രിസ്റ്റിയും പൃഥ്വിരാജ് ആയിരുന്നു. പൃഥ്വിരാജിന്റെ ക്രിസ്റ്റി ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വിജയിക്കാനായില്ല. ദിലീപ്. കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിൽ കൂനനായും പ്രസാദ് എന്ന വില്ലനുമായി എത്തിയത് ദിലീപായിരുന്നു.